രണ്ടാമത്തെ സംസ്കാരം ആ വാക്കിൻ താഴോട്ട് വായിക്കുമ്പോൾ ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും. ഇപ്പം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ രണ്ടാമത്തെ സംസ്കാരമാണ് ദ കൾച്ചർ ഓഫ് ഹ്യൂമാനിറ്റി, മാനവികതയുടെ സംസ്കാരം. എന്താ മാനവികതയുടെ സംസ്കാരം? ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ദ വിക്ടറി ഓവർ സെൽഫ് ആൻഡ് വിക്ടറി ഓവർ സർക്കംസ്റ്റൻസസ്. സ്വയത്തെയും സാഹചര്യത്തെയും അതിജീവിക്കുന്ന സ്വർഗീയ ചിന്ത. ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കുർബാനയിൽ എത്ര ക്രമമുണ്ട് അറിയാവുന്നവരൊന്ന് പറയാമോ? കുർബാനയിൽ എത്ര ക്രമമുണ്ട്? നമുക്കറിയാം ഒരു ക്രമം, കുർബാന ക്രമം അല്ലേ? കുർബാനയിൽ 13 ക്രമം, തുബ്ദേനുകൾ 18, 6 ശുശ്രൂഷകർ, 6 പുരോഹിതൻ പരസ്യമായിട്ട്, 6 പുരോഹിതൻ രഹസ്യമായിട്ട്. ഈ 13 ക്രമം ചൊല്ലുന്ന പുരോഹിതൻ ഒരു വരിയെങ്കിലും സ്വന്തമായി അച്ഛൻ്റെ ഭാര്യയുടെ പേരെടുത്ത് ചൊല്ലുന്ന കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം ഇവിടെ കുർബാന ആരംഭിക്കുമ്പോൾ തന്നെ ദൈവമേ നീ പരിശുദ്ധൻ, ബലവാനെ നീ പരിശുദ്ധൻ. ദൈവമക്കളെ ഓർക്കണം, നമ്മൾ പള്ളിയിൽ വരുന്നത് ദൈവാനുഗ്രഹത്തിനല്ല. ഞാൻ പറഞ്ഞ വരി മറക്കരുത്. നമ്മൾ ആരാധനയ്ക്കും പള്ളിയിലും വരുന്ന ദൈവാനുഗ്രഹത്തിനല്ല. നിങ്ങൾ വിചാരിക്കും അച്ഛൻ ഇത് പറയാനാണ് ഇവിടെ വന്നതെന്ന്. ദൈവാനുഗ്രഹം വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. ദൈവാനുഗ്രഹത്തെ കൂടുതലായി നമുക്ക് വേണ്ടത് ദൈവമാണ് വേണ്ടിയത്. രാജാവിനെ കിട്ടിയാൽ ഖജനാവ് കൂടെ പോരും. 1 പോയിന്റ്, റൈറ്റ് പോയിന്റ്, റൂട്ട് പോയിന്റ്, ദാറ്റ് ഈസ് സ്പോർട്സ് പോയിന്റ്. കൃത്യമായിട്ട് ഓർക്കണം, ഈ സഭ നമുക്ക് തരുന്നത് ആകെ പുരോഹിതൻ കുർബാനയുടെ അവസാനമാണ് ഒരു കാലത്ത് താഴോട്ട് വെച്ച് പറയുന്നുണ്ട്, ഞാനോ ബലഹീനനും പാവിയുമായ ദാസൻ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉടനെ നമ്മൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാന്നല്ല പറയുന്നത്. അന്നേരവും നമ്മൾ മറുപടി പറയുന്നത് കർത്താവ് അവിടുത്തെ കുർബാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവമക്കളെ നോക്കി, ഇവിടെ പ്രഭാതത്തിൽ തന്നെ ശുശ്രൂഷകർ വായിക്കുന്ന മസ്മൂറ കേട്ടിട്ടില്ലേ? പർവ്വതങ്ങളും സകല കുന്നുകളും, ഫലവൃക്ഷങ്ങളും സകല കാര്യങ്ങളും, മൃഗങ്ങളും സകല കന്നുകാലികളും, ഇഴജന്തുക്കളും പക്ഷികളും പറവുകളുമേ നിങ്ങൾ കർത്താവിനെ സ്തുതിപ്പീൻ. സങ്കീർത്തനം 24:1. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലോ അതിലെ നിവാസികളെ യഹോവയ്ക്കുള്ളതാകുന്നു. ഓർക്കണം, നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കാര്യം മാത്രം നോക്കുവാനല്ല. പൂർവ്വകാലം ഒന്ന് നോക്കി, ഏത് വീട്ടിൽ, ഞാൻ പറഞ്ഞല്ലോ 10, 12, 14 മക്കളുണ്ട്. ഈ 14 മക്കളുണ്ടെങ്കിലും വീണ്ടും കാണും ആ വീട്ടിൽ 2 ഗസ്റ്റ് കാണും. വീടിന് മതിലില്ല, ഗേറ്റില്ല. മാത്രമല്ല, വന്ന് താമസിച്ചാൽ 2 ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ വീണ്ടും ചോദിക്കും ഇനി എന്നാണ് വരുന്നത്. ഇന്നാണെങ്കിൽ സ്ട്രോങ് മതിലും അതിനേക്കാൾ വലിയ ഗേറ്റും വാലില്ലാത്തൊരു പട്ടിയും 32 താക്കോലും 28 മുറിയും. പല കുടുംബങ്ങളിൽ അനാഥമാണെന്നുള്ളൊരു കാര്യം മറന്നു പോകരുത്. അടുത്തിടയ്ക്ക് ഒരു അച്ഛൻ പറയുമായിരുന്നു, ഒരു വലിയ വീട് കൂതാശിക്ക് അച്ഛൻ ശുശ്രൂഷക്കാരൻ പ്രായമുള്ളൊരു അപ്പച്ചനാണ്. കുന്തിരിക്ക് വിട്ടുകൊടുത്തു. കുന്തിരിക്ക് വിട്ടുകൊടുത്ത് സെതറ കഴിഞ്ഞ് എത്രയായിട്ട് ഈ അപ്പച്ചനെ കാണുന്നില്ല. കറങ്ങിത്തിരിഞ്ഞ് അയലോക്കത്ത് നിന്ന് കയറി. കാരണം വീടിൻ്റെ സാഹചര്യങ്ങളൊന്നും ഇപ്പം ഈ പള്ളിയിലെ ശുശ്രൂഷക്കാരൻ അപ്പച്ചൻ അറിയില്ല. ഞാൻ പറഞ്ഞത് ഇതൊന്നും വേണ്ടെന്നല്ല, പക്ഷെ വീടെന്ന വാക്കിൻ്റെ അർത്ഥം അത് വിട്ടുകളയാനുള്ളതെന്നാണ്. അതുകൊണ്ട് ആ പുരോഹിതന്മാരുടെ ശവസംസ്കാരത്തിന് ഞാൻ നോക്കിയിട്ട് എല്ലാവർക്കും പാടാന്ന് വരിക, നശ്വരമായ വീട് നീ എന്തിനാണ് എന്നെ മോഹിപ്പിച്ചത്. ദൈവമക്കൾ, ഈ ഭൂമിയിൽ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ഈ ലോകത്തോടെ നമുക്കൊരു കടപ്പാടുണ്ടായിരിക്കണം. അതുകൊണ്ടാ സർവ്വമതങ്ങളും ചൊല്ലുന്നത് ആനോ ഫദ്ര കൃതവേ എന്ത് വിശുദ്ധ സർവ്വലോക സമസ്ത സുഖനോ ഭവന്തു സർവേ സന്തുനിരാമയ മാ വിദ്വഷ മകൻ. ലോകരെല്ലാം സുഖമായിരിക്കട്ടെ, ആർക്കും ആപത്തൊന്നും വരാതിരിക്കട്ടെ, നമ്മളാൽ ആരെയും ദൂഷിക്കാതിരിക്കട്ടെ. ഇപ്പം 10ാം ക്ലാസ്സിൻ്റെയും +2ൻ്റെ എല്ലാം എക്സാം വന്നു തുടങ്ങി. അച്ഛന്മാർക്ക് എടുപ്പത് പണിയാണ്. ത്രോണോസിനകത്താണ് പേന കൊണ്ടുവച്ച് പ്രാർത്ഥിക്കേണ്ടത്. വണ്ടിയുടെ താക്കോല് ത്രോണോസിനകത്ത്. ഇതൊന്നും പള്ളിയുടെ അകത്തുകൊണ്ട് മധുവായിക്കകത്ത് കയറ്റാനുള്ളതല്ല. പണ്ടൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ കുർബാന പരീക്ഷയാകുമ്പോൾ പോയി കുർബാനയും കൊള്ളും. പക്ഷെ ഇന്ന് കുർബാന കൊണ്ടിട്ട് തലയ്ക്ക് പിടിച്ച്, കുർബാന കൊണ്ടാൽ പിന്നെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കേണ്ട, പിന്നെ പേന കൊണ്ടുവരും, പെൻസിൽ കൊണ്ടുവരും. അടുത്തിടയ്ക്ക് ഒരു കൊച്ചു ഹാൾ ടിക്കറ്റ് കൊണ്ടുവന്നു. ഇനി എന്നാണ് ഡെസ്കും ബെഞ്ചും കൊണ്ടുവരുന്നതെന്ന് അറിയില്ല. കാരണം വിശ്വാസം കൂടിക്കൂടി അന്ധവിശ്വാസമായി. പ്രിയമുള്ളവരെ, മറക്കരുത്, ഏറ്റവും പ്രധാനമായി നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്, ഒരു പരീക്ഷയും തോറ്റാലും മാർക്കൊന്ന് കുറഞ്ഞാലും അവന് ദൈവമാരാണെന്നും അവനെ കാണുന്നവർ ദൈവത്തിങ്കിലേക്ക് തിരിയുവാനും സാധിച്ചാൽ അതാണ് സഭ തരുന്ന നമുക്ക് രണ്ടാമത്തെ ഒരു സംസ്കാരം, ദ കൾച്ചർ ഓഫ് ഹ്യൂമാനിറ്റി. ഇപ്പം ധാരാളം പേര് ഈ സഭ വിട്ടു പോകാനുള്ള മെയിൻ കാര്യം എന്തെന്നറിയാമോ? അച്ഛാ ഇവിടെ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നില്ല, എന്നും ഒരു കുർബാനയാണ്, എന്നും ഒരുപോലാ തോന്നുന്നത്. പക്ഷേ പല സ്ഥലത്ത് ചെന്നാൽ നമുക്ക് വിഷയം വെച്ച് നടുവേദനയും കണ്ണുവേദനയും വിസയുടെ കാര്യവും ഗൾഫിൻ്റെ കാര്യവും
മറക്കരുത്, തിരുവചനം പറയുന്നുണ്ട്, അന്ത്യകാലത്ത് എൻ്റെ പേരെടുത്ത് അനേകർ വരും, അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും, നിങ്ങളോ സൂക്ഷിച്ചു കൊള്ളണം. ഈ കൊറോണയുടെ സമയത്ത് ഈ പ്രവാചകന്മാരൊക്കെ എവിടെ പോയി? ആലോചിച്ച് നോക്കി. ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചവരെ ആരെയും കണ്ടിട്ടില്ലല്ലോ. എന്താ കാര്യം? ദൈവമക്കളെ, ഈ ഭൂമിയിൽ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഞാൻ ആരാണെന്ന് നീ അറിയണം. നീ അറിഞ്ഞവൻ ലോകം മുഴുവൻ യേശുവിൻ്റെ സാക്ഷികളായി മാറണം. ഞാൻ തന്നെ ഈ ഒരു 4 വർഷം മുമ്പ് ഒരു തീരുമാനമെടുത്തു, 10 ലക്ഷം പേരെ യേശുവിന് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഗോസ്പൽ ഫോർ യൂത്ത് എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ദുബായിൽ ഒരു കൂട്ടുകാരനും കൂടി ഏതാണ്ട് ഒരു 6 ഗ്രൂപ്പ് പല ഭാഷയിൽ ഇപ്പോൾ രാവിലെ ഒരു 5 മണിക്ക് വാക്യങ്ങൾ അയക്കുക. എന്നാ സന്തോഷമാണെന്നറിയാമോ? ഒരുപാട് പേരെ സൂയിസൈഡിൽ നിന്നും മദ്യപാനത്തൊക്കെ മാറ്റാൻ സാധിച്ചു. ഇനിയും എൻ്റെ ഒരു ആഗ്രഹമുണ്ട്. എനിക്കൊരു കാര്യത്തിൽ പേടിയാം, ഈ പേരും പ്രശസ്തിയൊക്കെ വന്നാൽ അതിൻ്റെ കൂടെ അടിയും കിട്ടും. പള്ളിയിൽ എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ട്, ഇപ്പം തന്നെ ഞാൻ OBBSൻ്റെ ഡയറക്ടറായി. അതിൻ്റെ ഫോട്ടോ ഒക്കെ പത്രത്തിൽ വന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 3 സഹോദരങ്ങളാണ്. എന്നെ ഏറ്റവും കൂടുതൽ ഈ പ്രസംഗത്തിന് ഈ പള്ളിയിൽ വരെയൊക്കെ വന്ന എൻ്റെ 2ാമത്തെ ബ്രദർ, ഏറ്റവും കൂടുതൽ അതിൽ സന്തോഷിച്ച വ്യക്തി, പെട്ടെന്ന് കുഴഞ്ഞു വീണ് ലോകത്തോടെ യാത്ര പറഞ്ഞു. ആ പടം പത്രത്തിൽ വന്നപ്പോൾ എൻ്റെ പടത്തിൻ്റെ സന്തോഷം പോയില്ലേ? ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഭൂമിയിൽ കിട്ടുന്നത് എന്തിനും ഒരു നിശ്ചിതമായ സന്തോഷമേ കൊടുക്കാവൂ. അതിനേക്കാൾ ഉപരിയായി എടുക്കേണ്ടത്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. ഞാനിപ്പോൾ ഇരിക്കുന്ന എളമ്പൽ പള്ളിയാണ്, 162 വീട്ടുകാർ. നിങ്ങൾ വന്നു നോക്ക്, രാവിലെ മദ്ബാഹിൽ കയറുന്ന 10 കുഞ്ഞുങ്ങൾ വന്ന് നിരന്നിരിക്കും. 10 കുഞ്ഞുങ്ങളല്ല വരുന്നത്, അവരുടെ പേരൻസും. ഇപ്പം 35-40 പേർ 6:30 പള്ളി വരും. ശുശ്രൂഷക്കാർ മാത്രമല്ല. എൻ്റെ വലിയൊരാഗ്രഹമാണ് ഈ സഭയുടെ, എൻ്റെ ദൈവത്തിൻ്റെ, ഞാൻ അനുഭവിച്ച യേശുവിൻ്റെ ബാക്കി എല്ലാ സൗഹൃദങ്ങളും പോകും. പ്രിയമുള്ളവരെ, എല്ലാ സൗഹൃദങ്ങളും, ഈ ഫോണൊന്നും വേണ്ടെന്ന് പറയുന്നില്ല, ഫേസ്ബുക്കും വാട്സപ്പും എല്ലാം ഇരിക്കട്ടെ, പക്ഷെ ഇതിനെല്ലാം ഒരു ലിമിറ്റുണ്ട്. അതല്ലേ വാഹനങ്ങളുടെ പുറകിൽ കൊടുത്തിന് കീപ് ഡിസ്റ്റൻസ്. മറിച്ച് നിങ്ങൾ മറ്റുള്ളവരെ യേശുവിന് കാണിച്ചു കൊടുത്തേ. ഒരു ദിവസം ആരോടെങ്കിലും യേശുവിനെ കുറിച്ച് പറഞ്ഞേ, ആരോടെങ്കിലും ദൈവവചനം പറഞ്ഞേ, നമുക്ക് കിട്ടുന്ന സന്തോഷം എത്ര വലുതാണെന്നറിയാം. ചുരുക്കം ചിലർ നമ്മളെ കളിയാക്കുന്നു വരാം. നമ്മളെ ദൈവമാക്കിയിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ മുഴുവൻ സന്തോഷത്തിന് വേണ്ടി ക്രൈസ്തവന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ടു സെർവ് ഇറ്റ് ടു ഗ്ലോറി ഓഫ് ഗോഡ്. നീ കൊടുത്ത് ദൈവമഹത്വം പ്രാപിക്കണം. അപ്പോൾ 2ാമത്തെ സംസ്കാരമാണ് ദ കൾച്ചർ ഓഫ് ഹ്യൂമാനിറ്റി. 3ാമത്തെ സംസ്കാരം, ആ വാക്കിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ, ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും. 3ാമത് പറയാം, ദൈവത്തിൻ്റെ നല്ല വചനങ്ങൾ. അപ്പം ദൈവത്തിൻ്റെ നല്ല വചനം നമുക്ക് തരുന്ന 3ാമത്തെ സംസ്കാരമാണ് ദ കൾച്ചർ ഓഫ് കെനോട്ടിക്, അല്ലെങ്കിൽ കൾച്ചർ ഓഫ് മിനിസ്ട്രി, ശുശ്രൂഷയുടെ സംസ്കാരം. അപ്പം മാമോദീസയുടെ സംസ്കാരം, മാനവികതയുടെ സംസ്കാരം, ശുശ്രൂഷയുടെ സംസ്കാരം. അതിന് ഞാനൊരു 3 വാക്യം പറയാം, അത് നിങ്ങൾ മറക്കാതെ കുറിച്ചെടുക്കണം. 1 2 തിമോത്തിയോസ് 3:12, 2 എബ്രായർ 12:5, 3 വിശുദ്ധ മത്തായിയിലെ 5-ാം അധ്യായത്തിലെ ഗിരിപ്രഭാഷണം. ഈ വാക്യങ്ങളൊന്ന് ക്രോഡീകരിക്കാം. ആദ്യത്തെ വാക്യം 2 തിമോത്തിയോസ് 3:12, എന്നാൽ ക്രിസ്തയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം പീഡനമുണ്ടാകും. ഇത് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ പതിയേണ്ട ഒരു വാക്യമാണ്. എന്നാൽ ക്രിസ്തയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം പീഡനമുണ്ടാകും. ചിലരൊക്കെ ചോദിക്കാറുണ്ടല്ലോ, അച്ഛാ ഇത്ര പള്ളി പോയിട്ടും നോമ്പെടുത്തിട്ടും കുമ്പിട്ടിട്ടും ബൈബിൾ വായിച്ചിട്ടും അച്ഛാ എന്തുമാത്രം പ്രയാസങ്ങളിലൂടെ അച്ഛൻ ഞാൻ പോകുന്നത്. ദൈവമക്കളെ, നിങ്ങൾ മാത്രമല്ല, ഞാനും അച്ഛനും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, നിങ്ങൾക്കറിയാമോ, പട്ടം കൊടയ്ക്ക് ഞങ്ങളുടെ കയ്യിൽ തരുന്നത് ഒരു മെഴുകുതിരിയാണ് ശമ്മാശനാകുമ്പോൾ, വൈദികനാകുമ്പോൾ കയ്യിൽ തരുന്ന ധൂപക്കുറ്റിയാണ്. ഇത് രണ്ടും ഉരുകി എരിഞ്ഞ് പ്രകാശമായി ധൂപമായി അവനവൻ തന്നിലേക്ക് ഉരുകേണ്ടതാണ്. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നതും ഈ മിനിസ്ട്രിക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിലെ കെനോട്ടി പാസേജിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി. ശരിക്കും വീണ്ടും എബ്രായ ലേഖനം 12:5 പറയുന്നത്, മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, ദൈവം തല്ലുമ്പോൾ മുഷിയരുത്, ദൈവം സ്നേഹിക്കുന്ന ഏതൊരു മകനെയും തല്ലും, പിന്നത്തേതിൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന കിരീടം
സമാധാനമായി ലഭിക്കും. യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ വഴി എന്ത് കുറേയേറെ ഭാഗ്യവാന്മാരെ കുറിച്ച് പറയുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവസാനം പറഞ്ഞതാ, എൻ്റെ നാമത്തിൽ സകലരും നിങ്ങളെ ദുഷിച്ചു പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വർദ്ധിച്ചിരിക്കുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിപ്പിൻ. ഇന്ന് പലരും പള്ളിയിലും പ്രാർത്ഥനയ്ക്കും ഈ നോമ്പൊക്കെ എടുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്തെന്നറിയാമോ? നമ്മൾ ചില കൃത്യമായ പ്ലാനിങ് നമ്മുടെ മനസ്സിലുണ്ട്. അതിനൊന്നുമല്ല നോമ്പെടുക്കേണ്ടത്. നമ്മുടെ വൈദികർ വായിക്കുന്ന സദറ 40 ദിവസം സദറയുണ്ട്, രാത്രിയും പ്രഭാതവും സന്ധ്യയ്ക്കും ഒക്കെ തന്നെ. ഈ സദറയിൽ 5 വരി 19 ഭാഗത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ആലോചിച്ച് എന്തിനാ ഇത്ര റിപ്പീറ്റ് ചെയ്യുന്നത്? അത് ഇപ്രകാരം അറിയാം. 1, ദൈവമേ ന്യായരഹിതമായത് നോക്കാതിരിക്കാൻ പരിഭാഗത്തുള്ള കണ്ണിനെ നീ എനിക്ക് തരണം. ആദ്യം നോമ്പിൻ്റെ ഉദ്ദേശം അഥവാ ന്യായരഹിതമായത് നോക്കാതിരിക്കാൻ പരിഭാഗത്തുള്ള കണ്ണ്. 2, ദൈവവിളി അനുസരിക്കുന്ന കാത്. 3, സുഗന്ധവാസന ശ്വസിക്കുന്ന ക്രാണം. 4, ദാനധർമ്മങ്ങൾക്കായി നീട്ടിയിരിക്കുന്ന കയ്യ്. 5, സ്തോത്രങ്ങൾ ആസ്വദിക്കുന്ന വായ. ഒന്നുകൂടെ ഞാൻ പറയാം. ന്യായരഹിതമായത് നോക്കാതിരിക്കാൻ പരിഭാഗത്തുള്ള കണ്ണ്. 2, ദൈവവിളി അനുസരിക്കുന്ന കാത്. നോമ്പിലെ തന്നെ പാട്ടുകൾ എനിക്കൊന്ന് പലർക്കും അറിയാം. പ്രിയരെ നിയമത്തിൻ നിറവായി തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ, ചിലരാഹാരം കൈവെടിയും കരളിൽ പകയും സ്പർദ്ധയുമാം, ചിലർ മദ്യത്തെ ഉപേക്ഷിക്കും, സോദരനെ ഒളിവിൽ കൊല്ലും. പ്രിയരെ നിയമത്തിൻ നിറവായി തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ, ചിലരാഹാരം കൈവെടിയും കരളിൽ പകയും സ്പർദ്ധയുമാം, ചിലർ മദ്യത്തെ ഉപേക്ഷിക്കും, സോദരനെ ഒളിവിൽ കൊല്ലും. മറ്റൊരു പാട്ട്, സഹജന്മാരെ കണ്ണീർ ജാഗരണം പ്രാർത്ഥന നോമ്പെന്നിവയിൽ പാടുപെടിൻ, തന്മൂലം നാമീറേ ദൂതന്മാ ഇഷ്ടന്മാരായി സ്വർഗം നേടിടും. സഹജന്മാരെ കണ്ണീർ ജാഗരണം പ്രാർത്ഥന നോമ്പെന്നിവയിൽ പാടുപെടിൻ, തന്മൂലം നാമീറേ ദൂതന്മാരിഷ്ടന്മാരായി സ്വർഗം നേടിയിടും. ശരിക്കും ഈ പീഡാനുഭവത്തിൽ ഇനി അടുത്ത ആഴ്ച കഷ്ടാനുവാഴ്ച എനിക്ക് തോന്നുന്നു ഒരു 10,000-4000 കുമ്പിടിയിലെങ്കിലും ടോട്ടലി വരുന്നുണ്ട്. ഈ കുമ്പിടിയിലൊന്നും വിടരുത്. ഈ കുമ്പിടുന്നത് എങ്ങനെ ആയിരിക്കണം? ഒരിക്കലും കഷ്ടപ്പെട്ട് കുമ്പിടരുത്, കഷ്ടപ്പെട്ട് നോമ്പെടുക്കരുത്. ഇഷ്ടപ്പെട്ട് നോമ്പെടുക്കണം, ഇഷ്ടപ്പെട്ട് കുമ്പിടണം. അങ്ങനെ കുമ്പിടുമ്പോൾ നമ്മുടെ തലമുറ പഠിക്കുകയും ആ ത്യാഗത്തിൻ്റെ മാർഗത്തിൻ്റെ വഴിയിലൂടെ പോവുകയും ചെയ്യും. പൂർവികരായ മാതാപിതാക്കളൊക്കെ നോക്കി, പണ്ടൊക്കെ 70, 80, 90, 100 വയസ്സൊക്കെ നല്ല ആയുസ്സായിരുന്നു. പക്ഷെ ഇത്ര ആരോഗ്യമുണ്ടെങ്കിൽ പോലും അവരെ ഒരു ഫംഗ്ഷനവും മറ്റു കാര്യങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. അവരുടെ ഡ്രസ്സാണെങ്കിലും അവരുടെ സാഹചര്യം മുഴുവൻ. ഇന്ന് ഒരുപാട് പേർ ധാരാളം രോഗമുണ്ട്, പക്ഷെ പുറമേ അവർ നടക്കുന്നത് കണ്ടാൽ എത്രമാത്രം ആർഭാടത്തോടു കൂടിയാണ്. എന്തിനാണ് ഈ ഭൂമിയിൽ ഇത്ര ആർഭാടം കാണിക്കുന്നത്? ജസ്റ്റ് ഉദാഹരണം, നമ്മുടെ വിവാഹ ഉദാശ തന്നെ നോക്കി. പണ്ട് ഞായറാഴ്ചയായാലും തിങ്കളാഴ്ചയായാലും കുർബാന കൊണ്ട് മാത്രം വിവാഹ ഉദാശ നടത്തൂ. അടുത്തിടയ്ക്ക് കോട്ടയത്ത് തന്നെയാണോ ഞാൻ കേട്ടത്, ഒരു വിവാഹ ഉദാശ രാവിലെ മണവാളനും മണവാട്ടിയും അവരുടെ പേരൻസും കൂടെ 5:30 രാത്രി നമസ്കാരത്തിന് വന്നു, 20 പേരും. 6 മണിക്ക് പ്രഭാത നമസ്കാരം. മണവാളനെ മണവാട്ടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. 6:15 പ്രഭാത നമസ്കാരം, 7 മണിക്ക് വിശുദ്ധ കുർബാന, 8:30 തീർന്ന് വിവാഹ ഉദാശ, 9:30 തീർന്നു. ചെറിയ സ്നാക്സും കൊടുത്ത് വൈകിട്ടായിരുന്നു റിസപ്ഷൻ. ഇതുപോലൊരു വിവാഹ ഉദാശ മലങ്കര സഭയിൽ അടുത്തിടയ്ക്ക് നടന്നു കാണത്തില്ല. പ്രിയമുള്ളവർ, എന്താ? അതൊരു ലക്ഷ്യമാണ്, അതൊരു വിശ്വാസമാണ്. നാളെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച കുറയും, ചെവിയുടെ കേൾവി കുറയും. കിട്ടുന്ന ഓരോ സാഹചര്യത്തിലും നീ എങ്ങനെയാണ് ജീവിക്കുന്നത്, നിന്റെ കയ്യിൽ വരുന്ന പണം എങ്ങനെയാണ് ചെലവഴിക്കുന്നത്. അടുത്തിടയ്ക്ക് പരുമലയിൽ എനിക്കറിയാവുന്ന വളരെ സ്നേഹിതൻ, അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണത്തിന് മലങ്കര സഭയിൽ നിന്ന് 14 കല്യാണം ആരോടും പറയാതെ അദ്ദേഹം നടത്തി. അദ്ദേഹം പറയാം, എന്തിനാണച്ചാ എൻ്റെ മകൻ്റെ കല്യാണത്തിന് ഈ പണമെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ദൂർത്തടിച്ചാൽ ഇതിനെല്ലാം ഞാൻ കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവമക്കളെ, നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത് സർവ്വലോകത്തിൻ്റെയും ഉടയനായ യേശു തമ്പുരാൻ കഴുതപ്പുറത്ത് കയറിയെങ്കിലും, കാരിരുമ്പാണിമേൽ അവനെ തൂക്കിയെങ്കിലും, കുരിശന്മേൽ തൂങ്ങിയെങ്കിലും, അവൻ്റെ മുഖത്ത് തുപ്പിയെങ്കിലും, ഈ സമയത്തൊന്നും കർത്താവിൻ്റെ
ദൈവികമായ സ്പർശനം നമ്മൾ തിരിച്ചറിയണം. തേജസ്സിന്റെ മുഖം ഇതിനാണ് കുടുംബജീവിതത്തിൽ. അതാണ് ഒരുവൻ എൻ്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. വിവാഹ കൂദാശയെ തന്നെ മണവാളൻ്റെയും മണവാട്ടിയുടെയും കൈ പിടിച്ച് യോജിപ്പിച്ചിട്ട് അവിടെ പറയുന്ന ശ്രദ്ധേയമായ 5 വരിയുണ്ട്. മക്കളെ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ജീവമേശ, സ്ലീബ, വെടിപ്പുള്ള ഏവൻഗേലിയോൻ, ജനക്കൂട്ടം, ഹൃദയവിചാരങ്ങൾ അറിയുന്ന തമ്പുരാന്റെ സന്നിധിയിലാകുന്നു നിങ്ങൾ നിൽക്കുന്നത്. നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. മക്കളെ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ജീവമേശ, സ്ലീബ, വെടിപ്പുള്ള ഏവൻഗേലിയോൻ, ജനക്കൂട്ടം, ഹൃദയവിചാരങ്ങൾ അറിയുന്ന തമ്പുരാന്റെ സന്നിധിയിലാകുന്നു നിങ്ങൾ നിൽക്കുന്നത്. നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. അത് ഓരോന്നും ചിന്തിച്ചു നോക്കി. സ്ലീബ മറക്കരുത്, കുരിശിനെയും മുറിക്കുന്ന അപ്പമായ വിശുദ്ധ കുർബാന മറക്കരുത്, ബൈബിൾ വായന മുടങ്ങരുത്. ഇപ്പം ഞാൻ എല്ലായിടവും പറയാറുണ്ട്, കൊട്ടാരക്കരയിൽ ഭദ്രാസനത്തിന് മർത്തമറിയ സമാജ സെക്രട്ടറി 119 സങ്കീർത്തനം കാണാതെ ചൊല്ലും. പലരും പറയാറുണ്ട്, അച്ഛാ ഈ കൊറോണ സമയത്തും അല്ലാതെ വീട്ടിൽ നിന്ന് ഒരുപാട് പേരുടെ സ്റ്റൈലിഷ് വർത്താനമാണ്, വീട്ടിൽ നിന്ന് ബോറടിക്കുന്നു. എവിടെ ബോറടിക്കും? ദൈവഭക്തന്റെ ജീവിതത്തിൽ ഒരിക്കലും ബോറടിയില്ല. നമ്മൾ ബൈബിൾ ആഴമായി വായിച്ചു നോക്കി. എനിക്ക് തന്നെ, ഞാൻ ബൈബിൾ കൈയെടുത്ത് പറയും, 10-700 വാക്യം കാണാതെ അറിയാം. ഇനി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ജയവേടൻ മങ്കിയുടെ പരിഭാഷപ്പെടുത്തിയ 2450 പ്രസംഗം ഇട്ടുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും എൻ്റെ കാറ് യാത്ര ചെയ്യുന്നത്. എൻ്റെ സഹോദരനിപ്പം കൂടെ വരാനില്ലാത്തതുകൊണ്ട് സഹോദരൻ ഈക്വലായി വലത് സൈഡിൽ ബൈബിളും വെച്ച്, ഇടത് സൈഡിൽ ബൈബിളും വെച്ചാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. കാരണം ഇതില്ലാതെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ഞാൻ നിങ്ങളോട് പറയുകയാണ്, കുടുംബത്തിൽ ബൈബിൾ കോമൺ ആയിട്ടിരിക്കട്ടെ, പക്ഷെ ഒരു സിബിട്ട് ബൈബിൾ എപ്പോഴും നിങ്ങളുടെ കൂടെ കാണണം. സദൃശവാക്യം 6:22-23 വാക്യത്തിൽ പറയുന്നുണ്ട്, കൽപ്പനയും വചനവും ഒരു ദീപമാണ്. കൽപ്പന ഒരു ദീപവും വചനം ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനങ്ങൾ ജീവന്റെ മാർഗവുമാണ്. നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും, നീ ഉറങ്ങുമ്പോൾ നിന്നെ കാക്കും, നീ ഉണരുമ്പോൾ നിന്നോട് സംസാരിക്കും. ബോംബെയിലെ ഒരു പള്ളിയിൽ കഷ്ടാനുവാഴ്ച 8 വർഷം മുമ്പ് ഞാൻ പോയി. അവിടെ ഒരു ദിവസം വികാരിയച്ഛനോടൊപ്പം ഒരു കുടുംബത്തിൽ ചെന്നപ്പം ഭാര്യ വിവാഹശേഷം 3 വർഷം കഴിഞ്ഞ് തളർന്നിട്ട് 22 വർഷമായിട്ട് ഈ ഭർത്താവാണ് എടുത്ത് പൊന്നുപോലെ നോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു വാട്ടമോ ഒരു ദേഷ്യമോ കണ്ടിട്ടില്ല. പല തവണ ഈ സ്ത്രീ മനുഷ്യനോട് പറഞ്ഞു ഡിവോഴ്സ് ചെയ്യാൻ. ആകപ്പാട് കൊട്ടക്കൽ ആയുർവേദശാലയിൽ ഒരു മരുന്ന് പാലിൽ കലക്കി മാത്രമാണ് കൊടുക്കുന്നത്, സംസാരശേഷി മാത്രം. പക്ഷെ ആ സ്ത്രീ പറഞ്ഞൊരു മറുപടി, അച്ഛാ ഭൂമിയിൽ ആർക്കും സ്വർഗം കിട്ടിയില്ലേലും എൻ്റെ ഭർത്താവിന് സ്വർഗം കിട്ടും. അടുത്തിടെ മനോരമയിൽ ആ ഫീച്ചർ മൊത്തം വന്നു. എന്താ ടൈറ്റിൽ എന്നറിയാമോ? ഭാര്യയുടെ കാല് ഭർത്താവിൻ്റെ കയ്യ്. ഭാര്യയ്ക്ക് കാലില്ല, ആ കാലെന്ന് പറയുന്ന ഭർത്താവിൻ്റെ കയ്യ. ദൈവമക്കളെ, കുടുംബജീവിതത്തിൽ ഇത്രയും ത്യാഗമൊക്കെ സഹിക്കുന്ന എത്രയോ പേരുണ്ട്. ഓർക്കുക, എനിക്ക് പള്ളിയിൽ വെച്ച് പുരോഹിതനെ യോജിപ്പിച്ചപ്പോൾ അവിടെ ചൊല്ലി പ്രതിജ്ഞ, മക്കളെ, ജീവമേശ മറന്നാൽ, സ്ലീബായെ മറന്നാൽ, ബൈബിളിനെ മറന്നാൽ, ഈ കല്യാണം നടത്തിയ ജനക്കൂട്ടത്തെയും പുരോഹിതനെയും മറന്നാൽ നിനക്ക് ജീവിതത്തിൽ ശാശ്വതമായ സമാധാനം കിട്ടില്ല. കുറേയൊക്കെ ഡിവോഴ്സിൻ്റെ സാഹചര്യങ്ങളുണ്ട്. മറിച്ച് നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ, എനിക്ക് ദൈവം തന്ന ഭർത്താവാണ്, ദൈവം തന്ന ഭാര്യയാണ്. വിവാഹ കൂദാശ എന്നാ അവസാനിക്കുന്നത് അറിയാമോ? രജിസ്റ്ററിൽ ഒപ്പിടുമ്പോഴല്ല, 2 പേരിൽ ഒരാൾ മരിക്കുമ്പോൾ മാത്രമേ വിവാഹ കൂദാശ അവസാനിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് പാടുന്നത്, ഇരുമയല്ലവരി ധരമേലൊരു നാളും ഏക ശരീരം പോൽ വാഴണമെന്നാളും ആദിയിൽ അഖിലേശൻ നരനെ സൃഷ്ടിച്ചു, അവനൊരു സഖിയുണ്ടായി, അവനൊരു തുണയുണ്ടായി. പാരാവാം സാക്ഷികളാം പാവനമംഗല്യം ഹാബേൽ വനികയിലെ ആദിമദമ്പതിമാർ ആദിയിൽ അഖിലേശൻ നരനെ സൃഷ്ടിച്ചു, അവനൊരു സഖിയുണ്ടായി, അവനൊരു തുണയുണ്ടായി. വിവാഹ കൂദാശ നോക്കി, മക്കളെ എന്നൊരു പ്രോസസ് ചെയ്യുന്ന അവിടെ മാത്രമേ ഉള്ളൂ, വേറെ എങ്ങും മക്കളെ എന്ന് വിളിക്കുന്നില്ല. കാരണം അവിടെ വെച്ച് മണവാട്ടിയുടെയും മണവാളൻ്റെയും കൈ അതിൻ്റെ അടിയിൽ അച്ഛൻ്റെ കൈ കൂടെ വെക്കുന്നുണ്ട്. അത് വിട്ട് കഴിഞ്ഞാൽ ഉടനെ 2 പേരും കുരിശു വരയ്ക്കും. കാരണം ഈ ത്യാഗത്തിൻ്റെ സൂചന, കർത്താവ് കാൽവരിയിൽ യാഗമായ ദൈവികമായ ശുശ്രൂഷകളെ
എൻ്റെ കുടുംബ ജീവിതത്തിൽ ധന്യമായി തീർന്നുകൊണ്ട് എൻ്റെ ജീവിതത്തെ ദൈവികമായി തീരുമ്പോൾ സഹോദരങ്ങളെ ഓർക്കുക, ദ കൾച്ചർ ഓഫ് മിനിസ്ട്രി, ശുശ്രൂഷയുടെ സംസ്കാരം. അതിനകത്ത് ഒന്ന് രണ്ട് ഘടകങ്ങൾ കൂടെ പറയട്ടെ. അനേക കുടുംബങ്ങളിൽ മാതാപിതാക്കന്മാർ അന്യമായി പോയി. പണ്ടൊക്കെ വീടുകൾക്കൊന്നും വലിയ സൗന്ദര്യമില്ല, കുറേയൊക്കെ ഡിസോർഡറായിട്ടൊക്കെ കിടക്കും. അതുപോലെ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കും. മാത്രമല്ല, ഈ ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ തന്നെ വെളിയിലായിരുന്നു. ഇന്ന് ഇതെല്ലാം അകത്തായി. നന്നായി നോക്കേണ്ട മാതാപിതാക്കളെല്ലാം പുറത്തുമായി. സംശയമുണ്ടോ? എന്തെല്ലാം അകത്തിരിക്കണോ അതെല്ലാം ഇന്ന് പുറത്തുമായി, പുറത്തിരിക്കേണ്ടതെല്ലാം അകത്തുമായി. കണ്ടില്ലേ, കഴിഞ്ഞ മാസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 42 പേരൻസാണ് 2 മാസമായി അനാഥമായി ഡോക്ടേഴ്സ് പിരിവെടുത്തിട്ടാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അവരെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കലയോര സങ്കേതത്തിൽ ഇവരെ 42 പേരെയും കൊണ്ടുവന്നു. ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച കോർണർ മീറ്റിംഗ് അവിടെയായിരുന്നു. ഈ മാതാപിതാക്കളോട് സംസാരിച്ചപ്പോൾ അവിടെ കയ്യിൽ തൊട്ടാൽ കരണ്ടടിക്കും. അവരാ മക്കളെ വളർത്തിയതും അവരൊടുക്കുന്ന കണ്ണുനീർ. കഴിഞ്ഞ ദിവസം ഒരു അപ്പച്ചൻ അതിൽ മരിക്കുകയും ചെയ്തു. ഞാൻ ആലോചിക്കുക, എന്താ ഈ വിവാഹ ഉദാശയിൽ പലരും പഠിച്ചിരിക്കുന്നൊരു വാക്യമുണ്ട്, പുരുഷൻ തൻ്റെ പിതാവിനെ മാതാവിനെ വിട്ടുപിരിഞ്ഞ് ഭാര്യയോടെ പറ്റിച്ചേരും, ഇരുവരും ഒരു ശരീരമായി തീരും. ഇത് വലിയ ഒരു രഹസ്യമാണ്. ഈ രഹസ്യം എല്ലാവരും കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. പക്ഷെ ആ രഹസ്യം എന്താ? അതിന് തൊട്ട് താഴെ പറയുന്നുണ്ട്, നിനക്ക് നന്മ വരാൻ നീ ഭൂമി ദീർഘായുസോടിരിപ്പാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. അതിൻ്റെ ഓപ്പോസിറ്റ് നോക്കി, നിനക്ക് നന്മ വരണ്ടെങ്കിൽ, നീ ഭൂമിയിൽ ദീർഘായുസോടിരിക്കണ്ടെങ്കിൽ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണ്ട. നമ്മളെ ചേർത്ത് വെച്ച് എത്ര സമയങ്ങളുണ്ട്. അവരൊന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ നമ്മൾ ഇനി ഈ മണ്ണി കാണത്തില്ലായിരുന്നു. അതുകൊണ്ട് ആ വന്യനായ KM ജോർജൻ സെമിനാരിൽ വെച്ച് ഒരു കൊട്ടേഷൻ പറഞ്ഞു, സൂര്യനെ നോക്കി വളരുന്ന ചെടി സൂര്യൻ്റെ അടുത്ത് മുട്ടാറില്ല. നമ്മൾ എത്ര വളർന്നാലും സൂര്യനെ നോക്കി വളരുന്ന ചെടി സൂര്യൻ്റെ അടുത്ത് മുട്ടാറില്ല. ഞാൻ അടുത്തിടയ്ക്ക് പ്രശസ്തനായ ഒരു ഗായകനെ പരിചയപ്പെട്ടു. പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അദ്ദേഹം പറഞ്ഞു, പേര് പറയരുത്. ആഴ്ചയിൽ ഒരിക്കൽ മാതാപിതാക്കളുടെ കാല് കഴിവും അദ്ദേഹം. കാലം ചെയ്ത മാത്യു സി എം ബാവ തിരുമേനി സെമിനാരിയിൽ വിശുദ്ധ കുർബാനയുടെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞത്, ഞാൻ ഏതെങ്കിലും നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ പിതാവിൻ്റെ കൈപ്പുറം പിടിച്ച് മുത്തും ഞാൻ. ഉടനെ ഒരു ശമാശം ചോദിച്ചു, തിരുമേനി എന്താ കൈവെള്ളം മുത്താത്തത്? അതിനെനിക്ക് യോഗ്യതയില്ലെന്ന്. മാതാപിതാക്കന്മാരുടെ കൈവെള്ളം മുത്താൻ യോഗ്യതയില്ലെന്ന്. പ്രിയമുള്ളവരെ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അമ്മയപ്പന്മാർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ജന്മം നൽകി. 2, നമ്മളെ 9 മാസം കൊണ്ടു നടന്നു. ഇത് 2ഉം തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങളിൽ അവർ അന്യമാണെങ്കിൽ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കില്ല. ഞാൻ പരുമലയിലായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ധ്യാനം. ഞാൻ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. പണ്ടൊക്കെ പരുമലയിൽ ചെറിയ മെഴുകുതിരിയും കത്തിച്ച് കുടുംബത്തെ നന്നായി നോക്കി നല്ല ദൈവികമായി വളർന്ന ധാരാളം പേരുണ്ട്. ഇന്നും അങ്ങനെയുള്ളവരുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞത്. പക്ഷെ ഒരു 50% പേരെ എനിക്കറിയാം മാതാപിതാക്കന്മാരുടെ സ്നേഹമോ നോമ്പെടുക്കുകയോ കുർബാന കൊള്ളുകയോ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുകയോ വിശുദ്ധ ജീവൻ നയിക്കാതെ വാഴപ്പിണ്ടി പോലെ ഒരു മെഴുകുതിരി കൊണ്ട് കബറിങ്കം കൊണ്ട് കത്തിച്ചാൽ, യെശയ്യാ 1:15 പറയുന്നുണ്ട്, നീ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണുകളെ അടച്ചു കളയും. നമുക്കറിയാമോ, യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ കളിയാക്കിയത് ആരെയാണ്? പ്രാർത്ഥിക്കുന്നവരെയാണ്. ഏറ്റവും കൂടുതൽ കളിയാക്കിയത് പ്രാർത്ഥിക്കുന്നവരെയാണ്. 4 സുവിശേഷത്തിലും പരുഷമായിട്ട് പറയുന്നുണ്ട്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരെ നിങ്ങൾ കയ്യോ കഷ്ടം, നിങ്ങൾ കിണ്ടിക്കണ്ണുങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, വെള്ള തേച്ച ശവക്കല്ലറുകളാകരുത്. അതുകൊണ്ടാണ് യെശയ്യാ 1:15 ഓർത്തിരിക്കണം, നീ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണുകളെ അടച്ചു കളയും. ഇതെല്ലാം ഞാൻ പറയുമ്പോഴും ക്ഷമാപണത്തോടെ ഞാൻ പറയട്ടെ, ഇന്നും നല്ല ഫെയ്ത്ത് ഡിസിപ്ലിൻ ആൻഡ് ഓർഡറിൽ പോകുന്ന എത്ര കുടുംബങ്ങൾ ഈ പള്ളിയിലും മലങ്കര സഭയിലും മറ്റ് മതങ്ങളിലും മറ്റ് സഭകളിലുമുണ്ട്. അവരാണ് ഈ ഭൂമിയെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഈ കൊറോണയും ക്യാൻസറും മാരരോഗങ്ങളും ഒക്കെ വന്നിട്ടും വിശുദ്ധമായ ജീവിതം നയിച്ച ആരോടും ഒരു പരസ്യത്തിന് പോകാതെ, കറണ്ടിന് ശബ്ദമൊന്നും ഇല്ലല്ലോ. ഇന്നും എത്ര പള്ളിയിൽ എനിക്ക് പറ്റിയൊരു അബദ്ധമുണ്ട്. ഞാൻ പലരെയും കണ്ട് വിലയിടാറുണ്ട്, ഇവൻ വലിയ ഭക്തനാണ്, പക്ഷെ അങ്ങനല്ല. പുറത്തു പറയാത്ത എത്ര ഭക്തികളോട് നമ്മുടെ ഈ ദേവാലയത്തിലുണ്ട്, എല്ലാ പള്ളിയിലും ഉണ്ട്. അവിടെ കാൽപാദങ്ങളോടൊപ്പം തന്നെ കണ്ണുനീർ കൂടി ഇവിടെ വീഴുന്നുണ്ട്. അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എൻ്റെ ദൈവമേ, നീ എനിക്ക് തരുന്ന ആയുസിൽ 60, 70, 80, 90, 100 ആണെങ്കിലും ദൈവത്തിൻ്റെ വഴികളിലൂടെ ദൈവത്തിൻ്റെ വിളക്കിൻ്റെ പ്രകാശം കണ്ടുകൊണ്ട് ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ലൈഫ്, വഴി സത്യവും ജീവനുമായി ദൈവത്തെ അറിഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കുർബാന തന്നെ നോക്കി ഞാൻ എല്ലാ പ്രസംഗത്തിലും പറയുന്നത്. ഈ പലരും പറയാറുണ്ട് ഈ കുർബാനയും ബൈബിളും തമ്മിൽ ബന്ധമില്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ യേശുക്രിസ്തു നമുക്ക് തരുന്ന 7 I ams കുർബാനയിലുണ്ട്.
ഒന്ന്, ഞാൻ ലോകത്തിന്റെ പ്രകാശം. എവിടെയാ? കുർബാനയിൽ. വെളിവ് നിറഞ്ഞൊരീശോ. 2, ഞാൻ നല്ല ഇടയനാകുന്നു. അച്ഛന്മാർ ചൊല്ലുന്നൊരു സദറയുണ്ട്, തൻ്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ബലിയായി തീർന്ന ഉത്തമ ഇടയനായുള്ളവേ നിനക്ക് സ്തുതി. 3, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു, യജമാനൻ വരുമെന്നേരത്ത്. 4, ഞാൻ വാതിലാകുന്നു, അൻപുടയോനെ നിൻ വാതിൽ. 5, വഴി സത്യവും ജീവനുമാകുന്നു, കുർബാനയുടെ രഹസ്യ പ്രാർത്ഥനയിൽ. 6, ജീവന്റെ അപ്പമാകുന്നു, കുർബാന അധരങ്ങളിൽ വെക്കുമ്പം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും സഭയിലെ സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. 7, പുനരുദ്ധാനവും ജീവനുമാകുന്നു, കരുണ നിറഞ്ഞവനെ പുനരുദ്ധാനത്തിൽ. നോക്കി, ഇപ്പൊ യേശു നമ്പുരാൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് തരുന്ന 7 ധൈര്യങ്ങൾ. എത്ര പീഡനം സഹിച്ചാലും കുർബാനയിലൂടെ പിതാക്കന്മാർ അത് ക്രമീകരിച്ചിരിക്കുന്നു. പക്ഷെ നമുക്കിപ്പം പറ്റിയ ചെറിയൊരു വിഷയമുണ്ട്. ഞാനിവിടുത്തെ കൊയർ കേട്ടപ്പം അച്ഛനോട് തന്നെ പറഞ്ഞു, ഈ ടോണിലെ ചൊല്ലാവും. ഇവർ 10-20 വെറുതെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുമല്ല, അത് ഈ നോർത്തോടെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ പറയും, ഈ വോയിസിലെ കൊയർ പോകാവൂ. കാരണം നമ്മുടെ സഭയുടെ ആരാധനാക്രമത്തിൽ പുരോഹിതനാണ് കുർബാന അർപ്പിക്കുന്നത്. ശുശ്രൂഷകർക്കും ആർക്കും പാട്ടില്ല, പ്രതിവാക്യമില്ല. അവർക്ക് ഇടവായന മാത്രമേ ഉള്ളൂ. ശുശ്രൂഷകർക്ക് പാട്ടും പ്രതിവാക്യം ആർക്കുള്ളതാ? ജനത്തിനുള്ളതാ. പല പള്ളിയിലും സിസ്റ്റം കൂട്ടി വെച്ചിട്ട് അച്ഛൻ്റെ ശുശ്രൂഷക്കാരുടെ സൗണ്ട് പലർക്കും ചെവിക്കല് പൊട്ടിട്ട് പള്ളി നിൽക്കാൻ വയ്യ. ഈ പലരുടെയും ധാരണ എൻ്റെ ട്യൂൺ കേട്ടുകൊണ്ട് പള്ളി നിൽക്കുമെന്ന്, ഓടാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നിൽക്കുക. പ്രിയമുള്ളവരെ, ആരാധന എനിക്കൊരു പാട്ടില്ല, നിനക്കൊരു പാട്ടില്ല, നമുക്കൊരു പാട്ടുണ്ട്. ഈ കൊയറിനോടൊപ്പം തന്നെ ആ വന്ദനേശ്വര പാടിപ്പം എല്ലാം അത്ര വോയിസ് മതി. കാരണം ഈ സെറാഫീൻ തിരുമേനി അടുത്തിടയ്ക്ക് പറഞ്ഞില്ലേ, ഗായക സംഘം ഒക്കെ തന്നെ ലീഡ് ചെയ്യാനുള്ളവരാ, ഒറ്റയ്ക്ക് പോകാനുള്ളവരല്ല. ഈ വോയിസ് മതി. എല്ലാവരും നമ്മുടെ കുർബാനയുടെ പാട്ടുകളൊക്കെ, ഞാനിപ്പോൾ എൻ്റെ പള്ളി കുക്കിലും ചൊല്ലും, മൈക്ക് ഓഫ് ചെയ്യും. ജനങ്ങൾ ഒരുമിച്ച് ചൊല്ലുമ്പം പെട്ടെന്ന് 2 മിനിറ്റ് ഒന്ന് പാടിയേയും എല്ലാവരോടും പാടിയേ. അൻപുടയോ നിൻ. നമ്മുടെ ഓരോ പാട്ടും ശരിക്കും പാടിയാൽ നമ്മുടെ കാൽപാദങ്ങൾ ഈ കയറ്റുവായിൽ മുട്ടുന്നതോടൊപ്പം തന്നെ കണ്ണുനീർ കൂടി വീഴും. കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പം അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. കഴിഞ്ഞ 2 മാസം മുമ്പ് 4 ഭദ്രാസനത്തെ ശുശ്രൂഷക്കാർക്ക് ഞാൻ ക്ലാസ് എടുത്തു. 10 പേരെ നിരത്തി നിർത്തി ഇവരോടൊപ്പം ജനങ്ങളെയും കൂടെ പാടിച്ചു. ആ രീതിയാണ് നമ്മുടെ ആരാധന ക്രമീകരിച്ചത്. സിംഗിൾ വോയിസ് വന്നാൽ ആരാധന നശിക്കും. ഇടവായന വായിക്കട്ടെ. പാട്ടുകൾ പാടുമ്പോഴും ആരാധനയുടെ, അത് നോമ്പിൻ്റെ നമസ്കാരമായാലും വിവാഹ ഉദാശയുടെ ആയാലും ഒക്കെ തന്നെ ഇതിൻ്റെ അർത്ഥങ്ങളൊന്നും മനസ്സിലാക്കി പാടിക്കഴിഞ്ഞാൽ മർത്തോമ സഭയുടെയൊക്കെ ഒരു ഗുണം അതാ. 150 പേർ പാടിയാൽ സെയിം വോയിസ് ആയിരിക്കും. കൃത്യമായിട്ട് നമ്മുടെ ആരാധനകളെ ആ തരത്തിലാകുമ്പം ഇത് കണ്ടിട്ട് ഒരുപാട് പേർ സഭയിലേക്ക് വരും. മറിച്ച് നമ്മുടെ ആരാധനയുടെ ശൈലി കണ്ടിട്ട് സഭ വിട്ടു പോകുവാനിടയാകരുത്. കൃത്യമായിട്ട് ഓർക്കണം ദൈവമക്കൾ, ഇതൊരു മിനിസ്ട്രിയാണ്. ത്യാഗം സഹിച്ച് അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാനുള്ള 3ാമത്തെ സംസ്കാരമാണ് ഞാൻ പറഞ്ഞത്, ദ കൾച്ചർ ഓഫ് മിനിസ്ട്രി.